സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നും പ്രൊഡക്ട്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായി കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നമുക്കിങ്ങനെ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൽ നമ്മളെ ലാംഗ്വേജ് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് മലയാളം അവൈലബിൾ ആണ്. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മളെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തായിട്ട് നിങ്ങൾക്ക് വെരിഫൈ എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മേലായിട്ട് ഒരു സെർച്ച് ബാർ ഉണ്ട്. അതിൽ നമുക്ക് പ്രോഡക്റ്റ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ബാറിൽ ഒരു ഹെഡ്ഫോൺ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ഹെഡ്ഫോൺ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നല്ല പ്രൊഡക്റ്റ്സ് ആണോ എന്ന് നോക്കിയതിന് ശേഷം ഇവിടെ താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈ നൗ എന്ന്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്ന് ഓണാക്കി കൊടുക്കാൻ പറയുന്നതാണ്. നമുക്ക് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മളെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തതായതുകൊണ്ട് അതവിടെ ഓൾറെഡി സെറ്റായി കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ പിൻകോഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിൻകോഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഫോണിൽ ആദ്യം നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൽ നമ്മൾ ലൊക്കേഷൻ ഓണാക്കി കൊടുക്കുക. നമ്മളെ ഫോണിൽ ലൊക്കേഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം കറക്റ്റായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്കൊന്ന് ലോങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചുവപ്പ് മാർക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ താഴത്തായിട്ട് കാണാൻ പറ്റും നമ്മളെ സ്ഥലത്തിൻ്റെ പേര്, അതുപോലെ തന്നെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കിവിടെ പിൻകോഡ് കാണാൻ പറ്റും. എൻ്റെ പിൻകോഡ് 679573 ആണ്. ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് 679573. അതിനുശേഷം നമ്മളെ വീട്ടു നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. വീട്ടു നമ്പർ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കറക്റ്റ് സ്ഥലം ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്ഥലവും നേരത്തെ ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്ത പോലെ ഇവിടെ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ലാൻഡ് മാർക്ക് ഒരു ഓപ്ഷനിലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പെട്ടെന്ന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഒരു ജാറും ഉണ്ട്. ഞാനിപ്പോൾ ഒരു ജാറും കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഹോം ആണോ അതോ വർക്കാണോ എന്ന്. അപ്പോൾ ഞാനിവിടെ ഹോം കൊടുക്കുകയാണ്. വീട്ടിലേക്കുള്ളതായതുകൊണ്ട് ഹോം കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി എപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും ഈ അഡ്രസ്സിലായിരിക്കും പ്രൊഡക്ട്സുകൾ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് തന്നെ നമ്മളോട് എങ്ങനെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ UPI എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സും ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല ക്യാഷ് ഓൺ ഡെലിവറിയും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കോഡ് വരുന്നുണ്ട്. അപ്പോൾ 266 അത് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത് ഓർഡർ കൺഫേം ആക്കി കഴിഞ്ഞാൽ നമുക്കിതാ നമ്മൾ ഓർഡർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് എന്നാണ് പ്രോഡക്റ്റ്സ് വരിക, ഏത് അഡ്രസ്സിലേക്കാണ് പ്രോഡക്റ്റ്സ് വരിക, കാര്യങ്ങൾ മൊത്തം ഇവിടെ അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ മേലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളെ പ്രോഡക്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എന്നാണ് എത്തുക, എന്നാണ് വരിക, ഫുൾ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് SMS അടക്കം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ അടിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും